വികാരങ്ങൾക്ക് അടിമയായവർ ഒരിക്കലും സന്തുഷ്ടരായി കാണാൻ സാധ്യത ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് വിനാശകരമായ വികാരങ്ങൾക്ക് അടിമകളായവർ. ചിന്തിക്കാം. തെറ്റ് ചെയ്ത് പ്രശസ്തിയിലും ധനസമ്പാദനത്തിലും മുന്നേറുന്നവരോട് മുഷിയുന്നത് സാധാരണയാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ന്യായവുമാണ്. എന്നാൽ അത് നമുക്ക് തന്നെയാണ് ദോഷമായി തീരുന്നത് എന്ന് മറക്കരുത്. കോപവും ആകുലതയും വളരെയേറെ ഹാനികരമായ രണ്ട് വികാരങ്ങളാണ്. അവ തെറ്റായ പ്രതികരണങ്ങളിലേക്കും ശാരീരികമായ അനാരോഗ്യത്തിലേക്കും നമ്മെ എത്തിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിലും സർവശക്തിയിലും ആശ്രയിക്കുവാൻ കഴിയാത്തതിനാലാണ് ഈ മുഷിച്ചിലും ആകുല ചിന്തകളും. നാം ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ്. നാം നമ്മിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും മാത്രം ശ്രദ്ധിക്കുമ്പോൾ നാം വിചാരപ്പെടുകയും മുഷിയുകയും ഒക്കെ ചെയ്യും. ദൈവത്തിലും അവിടുത്തെ കരുണയിലും ആശ്രയിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകും. അപ്പോൾ അത് സമാധാനത്തിന് കാരണമാകും. ദുഷ്ടന്മാർക്ക് എത്ര സമൃദ്ധി ഉണ്ടായാലും അത് മാഞ്ഞു പോകും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സമാധാനത്തോടെ വസിച്ച് സ്വർഗത്തിലേറെ നിക്ഷേപമുള്ളവരാകും എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നമുക്ക് തരുന്നതാണ് 37-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകം നാം കാണുന്നത്. മുഷിഞ്ഞു പോകരുതെന്ന് വീണ്ടും വീണ്ടും അവൻ പറയുന്നത് ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിക്കണം എന്നത് ഉറപ്പിക്കുവാനായിട്ടാണ്. നാം 34-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 35, 36, 37 സങ്കീർത്തനങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. എടുത്താട്ട് 35-ാം സങ്കീർത്തനം. മുപ്പത്തിനാലാം സങ്കീർത്തനം വരെ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇന്ന് 35 മുതലുള്ള സങ്കീർത്തനങ്ങളിലേക്ക് നമുക്ക് വരാം. ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ദാവീദ് അപേക്ഷിക്കുന്നതാണ് ഈ സങ്കീർത്തനം. ശൗൽ രാജാവിൽ നിന്നും പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്ത് ദാവീദ് രചിച്ചതാണ് ഈ കീർത്തനം. 1 ശമൂവേൽ 24-ാം അധ്യായം ആയിരിക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. ദൈവത്തിൻ്റെ ശത്രുക്കളുടെ മേലും ദൈവത്തിൻ്റെ നീതിമാന്മാരെ പീഡിപ്പിക്കുന്നവരുടെ മേലും ന്യായവിധി നടത്തുവാൻ നീതിമാനായ ദൈവത്തോട് ശക്തമായ രീതിയിൽ ദാവീദ് അപേക്ഷിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ ചെയ്യുന്നത്. ഈ രീതിയിലല്ല പ്രാർത്ഥിക്കേണ്ടതെന്നും കർത്താവായ യേശു ഇതുപോലെ പറഞ്ഞിട്ടില്ല എന്നും അനേകം ആളുകൾ പറയാറുണ്ട്. എന്നിരുന്നാലും കർത്താവായ യേശു നീതി നടത്തി കിട്ടുവാനായി ഒരു ന്യായാധിപൻ്റെ അടുത്ത് പോയ ഒരു വിധവയെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞിട്ടുള്ള അറിയാമല്ലോ. അവൾ പറഞ്ഞത്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നാണ്. ആ ന്യായാധിപൻ അത് ചെയ്യുന്നതിന് വളരെ സമയമെടുത്തു. എന്നാൽ അവസാനം വിധവയ്ക്ക് നീതി ലഭിച്ചു. ദൈവം കാര്യം ഗ്രഹിക്കാത്ത കഠിനഹൃദയനായ ഒരു ന്യായാധിപനല്ല. ഈ കാര്യം നാം ഓർക്കണം. ദൈവം നല്ലവനും കൃപയുള്ളവനും തൻ്റെ മക്കളെ സഹായിപ്പാൻ തൽപരനുമാകുന്നു. നാം നമ്മുടെ പരാതികൾ അവനോട് പറയേണ്ടത് ആവശ്യമത്രേ. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന് 19-ാം വാക്യം. ഞാനും നിങ്ങളും പ്രതികാരം ചെയ്തുകൂടാ. അത് നാം ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. പ്രതികാരം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്. ഞാനും നിങ്ങളും അതിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ ദൈവത്തിന് ആ കാര്യം കൈകാര്യം ചെയ്യുവാൻ കഴിയും. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ അവൻ കഷ്ടതയിലായിരുന്നു. ശൗലിൽ നിന്ന് ദാവീദ് ഓടി ഒളിച്ച് നടക്കുന്ന സമയം. എന്നിട്ടും ശൗലിനെ കൊല്ലുവാൻ ദാവീദിന് ഒരു അവസരം ലഭിച്ചപ്പോൾ അപ്രകാരം ചെയ്യുവാൻ അവൻ തയ്യാറായില്ല. ദാവീദ് തൻ്റെ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ശൗൽ മനസ്സിലാക്കി. 1 ശമൂവേൽ 24-ാം അധ്യായത്തിൽ ദാവീദിന് ദൈവം രാജ്യത്വം നൽകിയിരിക്കുന്നു എന്നും ദാവീദ് തന്നെക്കാൾ നീതിമാനാകുന്നു എന്നും സമ്മതിക്കുക പോലും ചെയ്തതായി ശൗലിനെക്കുറിച്ച് നാം വായിക്കുന്നു. എങ്കിലും സമാധാനത്തോടെ ദാവീദിനെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് പകരം തുടർന്നും ദാവീദിനെ ഒരു ശത്രുവായിട്ടാണ് ശൗൽ കണ്ടത്. ദാവീദിൻ്റെ പ്രതികാര നടത്തിപ്പിനായുള്ള അപേക്ഷയോടുകൂടി ഈ സങ്കീർത്തനം വ്യക്തിപരമായൊരു സങ്കീർത്തനമെന്ന് മാത്രമല്ല, ഇത് പ്രവചനപരവുമാണ്.
മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെ ദാവീദിൻ്റെ കഷ്ടതകൾ ചിത്രീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നീതിപൂർവമായ ന്യായവിധി നടക്കുവാനുള്ള നിലവിളിക്ക് ഉത്തരം ലഭിക്കും. അവൻ ന്യായവിധി നടപ്പാക്കുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിടുവിക്കുകയും ചെയ്യും എന്ന് നാം കാണുന്നു. 35 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. അവർ കാറ്റിനു മുമ്പിലെ പതിർപോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. നോക്കണേ, എത്ര ശക്തമായ ഭാഷയാകുന്നു ദാവീദ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന്. തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദാവീദ് അത് ദൈവത്തിങ്കൽ സമർപ്പിച്ച് യഹോവയുടെ ദൂതനെക്കുറിച്ച് രണ്ടാമത്തെ സൂചന ഇവിടെ നമുക്ക് നൽകുന്നു. ന്യായവിധി കൽപ്പിക്കുന്നവനും നടപ്പാക്കുന്നവനും അവിടുന്നാണ്. 6 മുതലുള്ള വാക്യങ്ങളിൽ, അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വലയൊളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിയാതെ അവൻ അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. ഇത് അല്പം കടന്നുപോയി എന്ന് തോന്നുന്നില്ലേ? പ്രതികാര നടപടി എങ്ങനെയെങ്കിലും നടത്തണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഒരു വിശ്വാസി ഈ വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടതല്ല. കാരണം നാം സകലവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവം പ്രതികാരം ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ചിന്താഗതി അത്രേ. ദൈവം അത് നീതിയോടും ന്യായത്തോടും വിശുദ്ധിയോടും കൂടെ ചെയ്യും. നമ്മുടെ ആവലാതികളെ നാം ദൈവത്തെ അറിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം അവൻ ശരിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും. വളരെ നാം ആശ്വാസം പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ചിന്തയത്ര ഇത്. ദാവീദ് അപ്രകാരം പ്രാർത്ഥിച്ച ശേഷം എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. 9ഉം 10ഉം വാക്യങ്ങളിൽ, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യനാർ. എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികൾ ഒക്കെയും പറയും. നോക്കണേ, ഈ സമയം ദാവീദ് വളരെ സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. ദാവീദ് ഒളിവിൽ പാർത്തിരുന്നപ്പോൾ കടക്കാരും കഷ്ടത്തിലും നിരാശയിലുമായിരുന്ന ആളുകളൊക്കെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. അവരെല്ലാമായിരുന്നു ദാവീദിൻ്റെ സ്നേഹിതന്മാർ. ആ സമയത്ത് അവർ അവൻ്റെ പ്രയാസത്തിൽ പങ്കുവഹിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു എന്ന് നാം കണ്ടു. ഇനിയും 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നിരുന്നപ്പോൾ രട്ടെടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കും. കോമാളി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിരുന്നുകളിലും മറ്റും തമാശ പറഞ്ഞ് രസിപ്പിക്കുന്ന കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ഈ കാര്യത്തിൽ ദാവീദ് ശൗലിൽ നിന്ന് ഓടിയൊളിച്ചിരിക്കുന്നതിനെ കുറിച്ച് അവർ പരിഹസിച്ച് സംസാരിച്ചിരിക്കും. ആ അവസ്ഥയാണ് ഇവിടെ ദാവീദ് ഓർക്കുന്നത്. ഒരുപക്ഷേ അവർ ഇപ്രകാരം പറഞ്ഞിരിക്കാനിടയുണ്ട്, അവന് മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞു, എന്നാൽ ഇപ്പോൾ ഇതാ അവന് ശൗൽ രാജാവിനെ പേടിയാകുന്നു എന്ന്. ഇതുപോലെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ ചുറ്റുപാടും നാം കണ്ടുവരുന്നുണ്ട്. അവർ നമ്മുടെ ആരാധനകളിലും നമ്മുടെ കൂട്ടങ്ങളിലുമൊക്കെയുണ്ട്. അവർ സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുന്നു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അതെ, ദൈവത്തിന് സഭയെക്കുറിച്ചുള്ള ഉദ്ദേശമുണ്ട്. നാം ലോകത്തെ വിധിക്കേണ്ടതല്ല, എന്നാൽ സഭകളിൽ നടക്കുന്ന കാര്യങ്ങളെ നാം വിധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് വളരെ ബുദ്ധികെട്ട ഒരു കാര്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു നീതിമാന്
അവഹേളനവും കഷ്ടതയും എല്ലാം ഉണ്ടായി എന്ന് വരാം. അവരുടെ കഷ്ടതയെക്കുറിച്ച് ശത്രുക്കൾ സന്തോഷിക്കുകയും ചെയ്തു എന്നിരിക്കാം. എങ്കിലും അവസാനം എല്ലായ്പ്പോഴും വിടുതൽ അവർക്കുണ്ടാകും. ദൈവരാജ്യത്തിൽ നീതിമാന് അവൻ്റെ ഓഹരിയുണ്ട്. അതുകൊണ്ട് അവസാന വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു, എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. ദൈവം നീതിമാനാണ്, അവൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. അവൻ്റെ നീതിയെക്കുറിച്ച് സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. നമ്മുടെ ആവലാദികളും പ്രശ്നങ്ങളും എല്ലാം അവനോട് അറിയിക്കാം. അവൻ നമ്മെക്കാൾ അധികം വളരെ ശരിയായ രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മുടെ കാര്യങ്ങളെ ദൈവത്തിന് നമുക്ക് പൂർണ്ണമായി ഭരമേൽപ്പിക്കാം. അവൻ അത് നിർവഹിക്കുവാൻ മതിയായവനാണ്. നമുക്കിനി 36-ാം സങ്കീർത്തനം നോക്കാം. ഈ സങ്കീർത്തനത്തിൽ ദുഷ്ടനെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടത നിറഞ്ഞ മനുഷ്യ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്നു. അതേ സുഹൃത്തെ, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓരോ മനുഷ്യനും ഒരു ദുഷ്ടഹൃദയമാണുള്ളത്. യിരെമ്യാ പ്രവചനം 17:9 നാം വായിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. എന്നാൽ ഹൃദയത്തിൻ്റെ തകരാറിന് ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 36-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നാണ്. എന്താണ് ഈ ഹൃദയത്തിലുള്ള പാപോദ്ദേശം? എല്ലാവർക്കും ഉള്ളതായ പഴയ സ്വഭാവമാണ് ഇത്, ആദാമ്യ സ്വഭാവം. മത്തായിയുടെ സുവിശേഷം 15-ാം വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞു, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ അശുദ്ധമായ കാര്യങ്ങളത്രേ അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് നാം വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു വെളിപ്പാടത്രേ നമുക്ക് ലഭിക്കുന്നത്. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്. ആ പഴയ ദുഷ്ട സ്വഭാവത്തിന് മനുഷ്യജാതിയുടെ മേൽ വലിയ സ്വാധീനമാണുള്ളത്. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ നയിക്കട്ടെ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ മനസാക്ഷിയല്ല നമ്മെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വഴികാട്ടിയായിരിക്കേണ്ടത്. താങ്കൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് അറിയുവാനുള്ള ഒരു ബാരോമീറ്ററാണ് നിങ്ങളുടെ മനസാക്ഷി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നായകനായിരിക്കട്ടെ. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? 2-ാം വാക്യത്തിൽ നാം കാണുന്നു, തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. പാപികൾ തന്നെത്താൻ നശിച്ചു പോകുകയാണ് ചെയ്യുന്നത്. സ്വയത്തെ പുകഴ്ത്തുക വഴി അവർ തങ്ങളെ തന്നെ നശിപ്പിക്കുന്നു. അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നില്ലെങ്കിൽ സാത്താൻ അവരെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ വഞ്ചന എന്നേക്കും നിലനിൽക്കുമോ? ഇല്ല. പാപിയുടെ അതിക്രമം വെറുക്കപ്പെട്ട ഒന്നായി കാണുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. താൻ തന്നെ വെറുക്കുന്നതായ പഴയ സ്വഭാവത്തോടുകൂടെ ആയിരിക്കും നാശയോഗ്യനായവൻ നിത്യത ചെലവഴിക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. വാ തുറന്നാൽ അകൃത്യം മാത്രം പറയുന്ന ചില ആളുകളുണ്ട്. എല്ലായ്പ്പോഴും അവർ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കും. അവരുടെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു. 4-ാം വാക്യത്തിൽ കാണുന്നു, അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ല. അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന ദുഷ്ടതയെക്കുറിച്ച് അവൻ തൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് പദ്ധതി തയ്യാറാക്കുന്നു. ഇത് ഭയാനകമായൊരു ചിത്രമാണ്. തുടർന്ന് ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നു 5 മുതലുള്ള വാക്യങ്ങളിൽ. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയുമാകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. 7-ാം വാക്യം,
ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എത്ര മനോഹരവും അനുഗ്രഹകരവുമായ വാക്കുകളാണിവ. അതെ, മനുഷ്യൻ ത്യജിച്ചു കളയുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവത്തെയാണ് മനുഷ്യൻ ത്യജിച്ചു കളയുന്നത്. ഈ ദൈവത്തെയാണ് മനുഷ്യൻ ഭയമില്ലാതെ തള്ളിപ്പറയുന്നത്. ദുഷ്ടൻ ഈ ദൈവത്തെ അറിയുന്നില്ല. അവൻ്റെ ചിറകിൻ നിഴലിലായിരിക്കുക എന്നാൽ എന്താണെന്ന് അവന് യാതൊരു ഊഹവുമില്ല. എന്നാൽ അവിടെയാണ് നീതിമാന്മാർ അഭയം കണ്ടെത്തുന്നത്. യഹോവയുടെ ചിറകിനെക്കുറിച്ച് അല്പം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ സുരക്ഷിതത്വവും വിശ്രാമവും ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളതയുമുണ്ട്. യേശു ഇപ്രകാരം പറഞ്ഞു: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഈ ദൈവത്തെയാണ് ഇന്ന് അനേക ആളുകൾ ത്യജിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നത്. അത് ഭയാനകമാണ്. 11, 12 വാക്യങ്ങൾ: ഡംഭികളുടെ കാൽ എൻ്റെ നേരെ വരരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. ദൈവം തൻ്റെ കരുണയും കൃപയും തനിക്ക് തുടർന്നും നൽകിക്കൊണ്ടിരിക്കണം എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തിക്കാരുടെ കയ്യിൽ വീണുപോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് അപ്രകാരം അപേക്ഷിക്കുന്നത്. ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയത്ര ഇത്. നാം ഒരു ദുഷ്ടലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവമേ, ദുഷ്ടൻ്റെ കൈകളിൽ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നാൽ ദൈവം നമ്മെ കാത്തുകൊള്ളുവാൻ മതിയായവനാണ്. 37 സങ്കീർത്തനത്തിലേക്കും കൂടി പ്രവേശിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഓരോ ദിവസവും നാം മുഷിയാറുള്ളത്? നമുക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവർ പറയുമ്പോഴും ചെയ്യുമ്പോഴും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴും നമുക്കിടർച്ചയുണ്ടാകുന്നു. ഉത്തരം കിട്ടാത്ത സംശയങ്ങളിലും പലപ്പോഴും നാം മുഷിയാറുണ്ട്. അതൊരു സ്ഥലമാകാം, വ്യക്തിയാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഒരു നല്ല പങ്കാളുകൾ മുഷിയുന്നത് അർഹിക്കാത്തവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴാണ്. താങ്കൾ മുഷിയുന്നത് എങ്ങനെയുള്ളൊരു രംഗത്താകുന്നു എന്ന് ഒന്ന് കണ്ടുപിടിക്കുക. മുഷിയുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് ദോഷം എന്ന വാസ്തവം മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം മുഷിയാതെ ജീവിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതെ, 37 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടുത്തെ വിഷയം അതാണ്. 37 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ അനുഭവവും ഇസ്രായേലിൻ്റെ ശേഷിപ്പിന് ഭാവിയിൽ വരുവാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്വവും ഗൂഢാക്ഷര ശ്ലോകത്തിൻ്റെ രൂപത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇതും അക്ഷരമാല ക്രമത്തിലുള്ള ഒരു സങ്കീർത്തനമാകുന്നു. എബ്രായ അക്ഷരമാലയിലെ ക്രമത്തിലുള്ള ഓരോ അക്ഷരം കൊണ്ടാണ് ഓരോ വാക്യം ആരംഭിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ 40 വാക്യങ്ങളാണല്ലോ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അക്ഷരമാലയിലെ ഒരക്ഷരം 2 വാക്യങ്ങളുടെ ആരംഭത്തിൽ കാണുന്നു. ഉദാഹരണത്തിന് ഈ സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ എബ്രായ ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാല, അതെ, അലേഫ് എന്ന ആ അക്ഷരം കൊണ്ട് തുടങ്ങുന്നു. 2 വാക്യങ്ങൾ ബെത്ത് എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്നു. അങ്ങനെയാണല്ലോ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതല്ലേ. നാളുകളായി ഈ സങ്കീർത്തനം ദൈവമക്കൾക്കൊരു വലിയ അനുഗ്രഹമായി കാണപ്പെടുന്നു. പലപ്പോഴും ഇത് തെറ്റായി വ്യാഖ്യാനിച്ചും കേൾക്കാറുണ്ട്. ഏതായാലും 37 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നിമുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി ദാവീദിനെ വളരെയധികം അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. 73 സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഇതാണ്. പഴയ നിയമത്തിൽ പലയിടത്തും ഈ വിഷയം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ദൈവഭയമില്ലാത്ത ആളുകൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്ന് തോന്നാൻ കാരണമെന്താണ്? അതെ, പഴയ നിയമത്തിൽ ദൈവം വിശ്വാസികൾക്ക് ഭൗമികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇന്ന് വിശ്വാസികൾക്ക് ദൈവം അത് വാഗ്ദാനം ചെയ്തിട്ടില്ല. പലരും ഞെട്ടിയെന്ന് എനിക്കറിയാം. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ളതായിരുന്നു. അന്നത്തെ മനുഷ്യൻ ചുറ്റിലും നോക്കി ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുന്നു. ദൈവമില്ലാത്തവൻ്റെ നില
മഴ പെയ്ത് നനയുകയും നന്നായി വിളവ് ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ റോഡിൻ്റെ മറുവശത്തൊരു പാവപ്പെട്ട നീതിമാനായ മനുഷ്യൻ വളരെ കഷ്ടത അനുഭവിക്കുന്നു. അതിൻ്റെ കാരണം മനസ്സിലാക്കുക വിഷമമുള്ള കാര്യമായിരുന്നു. 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഇത് ദൈവജനത്തിനുള്ളൊരു വാഗ്ദത്തമായിരുന്നു. അതെ, ദുഷ്ടന്മാരെക്കുറിച്ച് വിഷമിക്കേണ്ട, നിങ്ങൾ എന്നിൽ ആശ്രയം വെക്കുക, ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് ദൈവം അവരോട് പറയുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇത് ഇസ്രായേൽ ജനത്തിനുള്ള വേറൊരു വാഗ്ദത്തമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് നമുക്കും പ്രായോഗികമായിരിക്കുന്നു. ദൈവം താങ്കളെ താങ്കളുടെ വ്യാപാരത്തിൽ അനുഗ്രഹിക്കാൻ പോകുന്നുവോ എന്നെനിക്കറിയില്ല. എന്നാൽ അവൻ താങ്കളെ ആത്മീക അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിപ്പിച്ചു തരികയും ചെയ്യും. തുടർന്ന് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. നാം യഹോവയിൽ രസിക്കേണ്ടതാകുന്നു, അഥവാ ദൈവമായ കർത്താവിൽ ആനന്ദം കണ്ടെത്തേണ്ടതാകുന്നു എന്നർത്ഥം. തുടർന്ന് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു. 5-ാം വാക്യത്തിൽ കാണുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. പല വിശ്വാസികളും തങ്ങളുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുന്നില്ല. അവർ ദൈവത്തെ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നു. അവനിൽ തന്നെ ആശ്രയിക്കുക എന്ന് നാം വായിക്കുന്നു. അത് നിർവഹിക്കും, അവനത് നിർവഹിക്കും. ദൈവത്തിന് അവസരം നൽകുക, അവൻ നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരും. അതേ സുഹൃത്തെ, നമ്മുടെ ദൈവം നല്ലവനാണ്. അവൻ താങ്കളുടെ സ്നേഹിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. അവിടുന്ന് താങ്കളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ താങ്കളുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 3:6 നാം വായിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ കാര്യങ്ങൾ നാം ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കേണ്ടതാണ്. നാം ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം തൻ്റേതായ സമയത്തത് നിവർത്തിച്ചു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. നാം യഹോവയിൽ രസിക്കുവാനും നമുക്കുള്ളതെല്ലാം നാം ചെയ്യുന്നതെല്ലാം യഹോവയിൽ സമർപ്പിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദ് നമ്മെ അതിനു വേണ്ടിയിട്ടാണ് ഗുണദോഷിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് നാം അത് ചെയ്യുന്നത്? നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നാൽ എല്ലാം ഭരമേൽപ്പിക്കുക എന്നത്രേ. നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ജോലികളും സ്വത്തുക്കളും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിനും ആലോചനയ്ക്കും വിധേയപ്പെടുത്തുക. നമ്മെ തന്നെ യഹോവയ്ക്കായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ്. നമുക്ക് നമ്മെക്കുറിച്ച് കരുതുവാൻ കഴിയും എന്ന് നാം ചിന്തിച്ചാൽ അതിനേക്കാൾ ഭംഗിയായി ദൈവത്തിന് നമ്മെ കരുതുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഹോവയിൽ രസിക്കുവാൻ കഴിയൂ. അല്ലാത്തവർക്ക് ഈ മാർഗം ഒരു ഭാരമായിരിക്കും, ഒരു ബുദ്ധിമുട്ടായിരിക്കും. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്നവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ഇവിടെ ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ മുമ്പാകെ നാം മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. എത്ര മനോഹരമായ കാര്യമാണിത്. ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമ്പോൾ ചിന്താകുലപ്പെടുകയല്ല, പ്രയാസപ്പെടുകയല്ല നാം ചെയ്യേണ്ടത് എന്നാണ് ഇവിടുത്തെ അർത്ഥം. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, പെട്ടെന്ന് കോപിപ്പാൻ ഇടയാകരുത്. താങ്കൾ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിൽ അപ്രകാരം യാതൊരു കുഴപ്പവും കൂടാതെ മുൻപോട്ട് പോകാമെന്ന് കരുതേണ്ട. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ താങ്കൾ ദുഷ്ടതയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതെ, അനവധിയായ പ്രശ്നങ്ങൾ താങ്കൾക്കുണ്ടാകുന്നതായി കാണുവാൻ കഴിയും. 9-ാം വാക്യം നോക്കിക്കുക, എത്ര മനോഹരമാണ്. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. യഹോവയിൽ പ്രത്യാശ വെക്കുന്നവർ ഒരിക്കൽ ഭൂമിയെ കൈവശമാക്കുമെന്ന കാര്യം ദൈവം ഇവിടെ ഉറപ്പാക്കുന്നത് അത്രയും നാം കാണുന്നത്. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടും. അതെ, നമുക്കിനിയും 29-ാം വാക്യം നോക്കാം. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. ദൈവം അബ്രഹാമിനോടും ഇസ്രായേൽ മക്കളോടും ചെയ്ത വാഗ്ദത്തം നിറവേറ്റുവാൻ പോകുന്നു. ഈ വാക്യം അതത്രേ സൂചിപ്പിക്കുന്നു. അവൻ അവർക്ക് ഭൗമികമായ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ദൈവം ഭൗതിക അനുഗ്രഹങ്ങൾ
വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. നാം സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം താങ്കൾക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചാൽ താങ്കൾ ചിന്താക്കുഴപ്പത്തിലായിത്തീരും. താങ്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമത്രേ. 37 മുതലുള്ള വാക്യങ്ങൾ കൂടി നോക്കാം. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാക്കും, എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞുപോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. നിഷ്കളങ്കൻ ദൈവം മുൻപാകെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവനാണ്. അവൻ ദൈവത്തിലും അവൻ്റെ രക്ഷയിലും ആശ്രയം വെക്കുന്നവനാണ്. നേരുള്ള മനുഷ്യൻ്റെ അന്ത്യം സമാധാനമാണ്. ദൈവം അതിനായി അവനെ സഹായിക്കും. ദുഷ്ടന്മാർ അവസാനം ഛേദിക്കപ്പെടുമെന്നാണ് നാം വായിച്ച്. അതിക്രമക്കാർ അവർ മുടിഞ്ഞു പോകുകയും ദുഷ്ടന്മാർ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ കാര്യം നല്ലവണ്ണം ഓർത്തിരിക്കണം. ഇത് മാറ്റപ്പെടാത്ത ദൈവവ്യവസ്ഥയാണ്. ദുഷ്ടന്മാർ എത്ര അഭിവൃദ്ധിപ്പെട്ടാലും അത് നിലനിൽക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അഭിവൃദ്ധിപ്പെട്ടില്ല എന്ന് തോന്നിയാൽ തന്നെ അനുഗ്രഹീതരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഈ മുൻഗണന മാറ്റിമറിക്കാറുണ്ട്. ഇന്ന് നാം പഠിച്ചതായ സങ്കീർത്തനങ്ങളിലൂടെ വളരെ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.